ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാധാരണ പ്രവർത്തകനും ബി.ജെ.പിയുടെ ഏറ്റവും പരമോന്നത സ്ഥാനത്തെത്താൻ സാധിക്കുമെന്നതിൻ്റെ ആവർത്തിച്ചുള്ള തെളിവാണ് പുരപ്പുറത്ത് കയറി നിന്ന് പ്രസംഗിക്കുക മാത്രം ചെയ്യുന്ന ഇവിടുത്തെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതിൻ്റെ മഹത്വം വേണ്ടവണ്ണം മനസ്സിലാക്കണമെന്നാണ് ബി.ജെ.പിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മേയർ സത്യപ്രതിജ്ഞ ചെയ്ത് 27 ദിവസം പിന്നിടുമ്പോൾ ആ വാക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്ത വാക്ക് ശ്രീ നരേന്ദ്രമോദിയും നടപ്പാക്കാൻ തയ്യാറായി എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഒരു 1,00,000 പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് കൂടുന്ന ഒരു സമ്മേളനത്തിലാണ് നരേന്ദ്രമോദിജി എത്തുക. പിണറായി വിജയന് കൂട്ടാളിയായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ശബരിമല കൊള്ളയിൽ പങ്കാളിയാണ്. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പി പിടിച്ചടക്കിയാൽ 45-ാം ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്ത് എത്തുമെന്നും നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള വികസന രേഖ അവതരിപ്പിക്കും എന്നും ബി.ജെ.പി നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു. ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. 23-ാം തീയതി പ്രധാനമന്ത്രി തലസ്ഥാനത്ത് എത്തും. എന്തായാലും തലസ്ഥാനത്തെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ബ്ലൂ പ്രിൻ്റ് അടക്കം അണിയറയിൽ തയ്യാറായി കൊണ്ടിരിക്കുന്നു എന്നാണ് ബി.ജെ.പി നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എസ് സുരേഷ്. ഇന്ന് ബി.ജെ.പിയുടെ ചരിത്രത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായി ശ്രീ നിധിൻ നബീൻ ചുമതല ഏറ്റെടുത്ത ദിവസമാണ്. കുടുംബ പാരമ്പര്യവും ഏകാധിപത്യവും കൈമുതലാക്കിയ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരങ്ങൾക്ക് ഉള്ള മറുപടിയാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ബി.ജെ.പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീ നിധിൻ നബീൻ. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാധാരണ പ്രവർത്തകനും ബി.ജെ.പിയുടെ ഏറ്റവും പരമോന്നത സ്ഥാനത്തെത്താൻ സാധിക്കുമെന്നതിൻ്റെ ആവർത്തിച്ചുള്ള തെളിവാണ് നിധിൻ നബീനെ പോലെയുള്ള ഒരു പാർട്ടി പ്രവർത്തകന് ഏറ്റവും ചുരുങ്ങിയ പ്രായത്തിനുള്ളിൽ 45 വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനാകാൻ സാധിച്ചു എന്നത്. ഇത് ജനാധിപത്യത്തെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും പുരപ്പുറത്ത് കയറി നിന്ന് പ്രസംഗിക്കുക മാത്രം ചെയ്യുന്ന ഇവിടുത്തെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇതിൻ്റെ മഹത്വം വേണ്ടവണ്ണം മനസ്സിലാക്കണമെന്നാണ് ബി.ജെ.പിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നവനേതൃത്വവും നവമുന്നേറ്റവുമാണ് നമ്മുടെ നിധിൻ നബീൻ്റെ സ്ഥാനാരോഹണത്തോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഇന്നലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ അവിടെ പങ്കെടുക്കുന്ന പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ അംഗങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഒരു യോഗമുണ്ടായിരുന്നു. വൈകുന്നേരം നടന്ന യോഗം അദ്ദേഹം പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായി ഔപചാരികമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യം നടന്ന യോഗം ബി.ജെ.പിയുടെ കേരളത്തിലെ നേതൃത്വവുമായിട്ടുള്ള യോഗമായിരുന്നു. ആ യോഗത്തിൽ കേരളത്തിലെ ഭാവി രാഷ്ട്രീയത്തെ സംബന്ധിച്ചും കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ഒക്കെ വിശദമായിട്ട് ചർച്ച ചെയ്തു. ബി.ജെ.പിയുടെ കേരളത്തിലെ വളർച്ചയിലും അതോടൊപ്പം തന്നെ കേരളത്തിൽ അധികാരം പിടിക്കാൻ വേണ്ടിയുള്ള ബി.ജെ.പിയുടെ മുന്നേറ്റത്തിനും ഏറെ ശക്തി പകരാൻ പുതിയ ദേശീയ അധ്യക്ഷൻ്റെ പ്രവർത്തനം സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ താല്പര്യത്തോടു കൂടിയാണ് നിധിൻ നബീൻജി കേരളത്തിൻ്റെ കാര്യങ്ങൾ കേട്ടതും കേരളത്തിൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടതും. അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാരോഹണം ബി.ജെ.പിയുടെ കേരള ഘടകത്തിന് ഏറെ ശക്തി പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം 23-ാം തീയതി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വരികയാണ്.
ശ്രീ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്തിന് നൽകിയ ഉറപ്പാണ് BJPയുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്താൽ 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് അദ്ദേഹം അവതരിപ്പിക്കും എന്ന് നൽകിയത്. ആ വാക്ക് പാലിച്ചിരിക്കുകയാണ്. 45 ദിവസം എടുത്തിട്ടില്ല. കേവലം മേയർ സത്യപ്രതിജ്ഞ ചെയ്ത് 27 ദിവസം പിന്നിടുമ്പോൾ ആ വാക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്ത വാക്ക് ശ്രീ നരേന്ദ്രമോദിയും നടപ്പാക്കാൻ തയ്യാറായി എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം 23-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തും. അതിനുശേഷം ഒരു ഔദ്യോഗിക പരിപാടി, റെയിൽവേ നേതൃത്വം കൊടുക്കുന്ന ഒരു ഔദ്യോഗിക പരിപാടിയും ചില ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫും ഒക്കെ നടക്കുന്നുണ്ട്. അത് പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് ഞങ്ങളുടെ പരിപാടി നടക്കുന്നത്. ആ പുത്തരിക്കണ്ടം മൈതാനത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഔദ്യോഗിക പരിപാടി നടക്കും. അതിനെ തുടർന്ന് 11 മണിയോടുകൂടി BJPയുടെ പരിപാടിയിൽ മോദിജി എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഒരു 1,00,000 പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് കൂടുന്ന ഒരു സമ്മേളനത്തിലാണ് നരേന്ദ്രമോദിജി എത്തുക. അദ്ദേഹം വരുന്ന വഴിയിൽ അദ്ദേഹത്തിന് ആവേശോജ്വലമായിട്ടുള്ള സ്വീകരണം, റോഡ് ഷോ എന്ന നിലയിൽ BJP പ്രവർത്തകർ തിരുവനന്തപുരം നഗരത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കും. ആ സ്വീകരണത്തെ തുടർന്നാണ് അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുക. അതിനുശേഷം പാർട്ടിയുടെ ഈ 25,000-ഓളം വരുന്ന പ്രവർത്തകർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കും. ആ സമ്മേളനത്തിൽ വെച്ച് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം വിശ്വാസം, സുരക്ഷിതം, അതോടൊപ്പം തന്നെ വികസിത കേരളം എന്നതാണ് BJP കേരളത്തിൽ ഉയർത്തിയ മുദ്രാവാക്യം. വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പരമപ്രാധാന്യമാണ്. അത് ഏതൊരു വിശ്വാസിയുടെയും വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഭരണഘടനാപരമായി ഈ രാജ്യത്തുള്ള ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ബാധ്യസ്ഥരാണ്. ദൗർഭാഗ്യവശാൽ കേരളത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ശബരിമല വിശ്വാസികളെ അങ്ങേയറ്റം ചൂഷണം ചെയ്യുകയും എന്തിനേറെ കൊള്ള പോലും നടത്തുന്ന ഭരണകൂടമായിട്ട് പിണറായി വിജയൻ്റെ ഭരണകൂടം മാറിയിരിക്കുന്നു. പിണറായി വിജയൻ്റെ കൂട്ടാളിയായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ശബരിമല കൊള്ളയിൽ പങ്കാളിയാണ്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ശബരിമല കൊള്ള സംഘത്തിൻ്റെ ഭാഗമാണ് എന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ CPMൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായിട്ടുള്ള സോണിയയും ഉൾപ്പെടെ എല്ലാവരും ഇടപെട്ടിരിക്കുന്ന ഒരു കൊള്ള സംഘമായിട്ട്, ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ CPM കോൺഗ്രസ് കുറവ സംഘമായിട്ട് മാറിയിരിക്കുന്നു ഈ കൊള്ള സംഘം. ഇതിനെതിരായിട്ടുള്ള ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നു. അത് വിശ്വാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ സുരക്ഷിത കേരളം എന്നുള്ളത് ഒരു വലിയ സമസ്യയായിട്ട് കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ഇടതിനെയും വലതിനെയും, ജമായത്തി ഇസ്ലാമിയും അതോടൊപ്പം തന്നെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും നിരോധിക്കപ്പെട്ട സിമിയുടെ ഭാഗങ്ങളുമൊക്കെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ കൂട്ടായ്മയായിട്ട് CPMും കോൺഗ്രസും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ സുരക്ഷിതത്വം വലിയൊരു ഭീഷണിയിലാണ്. കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ശബ്ദമായിരിക്കും വരുന്ന നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശബ്ദം. വിശ്വാസത്തെ സംരക്ഷിക്കുകയും സുരക്ഷിത കേരളം സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ വികസിത കേരളം എന്നുള്ള BJPയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. ഈ വിഷയങ്ങൾ പ്രധാനമന്ത്രി കേരളത്തിൽ ഉയർത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീ അമിത്ഷാ വന്ന സമയത്തും ഈ വിഷയങ്ങൾ കേരളത്തിൽ അദ്ദേഹം പരാമർശിച്ചിരുന്നു. BJP കേരളത്തിലെ ജനതയുടെ ദീർഘകാലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിലൂടെയും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകൃതമാകുന്ന സർക്കാർ കേരളത്തിലെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാനും കേരളത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനം, ആ വികസനം യാഥാർത്ഥ്യമാക്കാനും ശ്രദ്ധിക്കുന്നൊരു സർക്കാരാകണം എന്നുള്ളതാണ് BJP ഉയർത്തുന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുവാൻ
ശ്രീ നരേന്ദ്രമോദിജിയുടെ കേരളത്തിലെ യാത്ര ഉപകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളം പൊതുവെയും ഭാരതീയ ജനതാ പാർട്ടി പ്രത്യേകിച്ചും ശ്രീ നരേന്ദ്രമോദിയുടെ 23-ാം തീയതി തിരുവനന്തപുരത്തെത്തുന്ന പരിപാടി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വളരെ ആത്മവിശ്വാസവും ആവേശത്തോടും കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. വികസിത തിരുവനന്തപുരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് അദ്ദേഹം തിരുവനന്തപുരം മേയർക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കും. അതിനുവേണ്ടിയുള്ള ബ്ലൂ പ്രിൻ്റിൻ്റെ പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരുടെ നേതൃത്വത്തിലും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിലും തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ജില്ലാ ഘടകം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. നഗരസഭയും BJPയും ഒരുമിച്ച് ചേർന്ന് ഈ തിരുവനന്തപുരത്തിൻ്റെ 2030 വരെയുള്ള തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിൻ്റെ വികസിത തിരുവനന്തപുരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് അത് അവതരിപ്പിക്കും. അതാണ് ശ്രീ നരേന്ദ്രമോദിജി തിരുവനന്തപുരം നഗരത്തിൽ പ്രകാശനം ചെയ്യുക. അതിനെ തുടർന്ന് അതിനുവേണ്ടിയുള്ള ക്രിയാത്മകമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാർ സഹായിക്കുന്നിടത്തോളം സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാവിധ സഹായ സഹകരണങ്ങളോടുകൂടി ആ ബ്ലൂ പ്രിൻ്റ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരിക്കും BJPയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുക. അതിനും ആരംഭം കുറിക്കുന്നത് ശ്രീ നരേന്ദ്രമോദിജിയുടെ ഈ സന്ദർശന വേളയിലായിരിക്കും.